ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കുന്ന രീതി പലതാണ്. ചിലത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നീട് ചൂടാക്കി ഉപയോഗിക്കും. ചിലപ്പോൾ തണുത്തത് വീണ്ടും ചൂടാക്കി ഉപയോഗിക്കും. ചിലത് എണ്ണ രൂപത്തിലാക്കും. എന്നാൽ വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാൻ സാധിക്കാത്ത ചില ഭക്ഷണ വസ്തുക്കളുണ്ട്. ഭക്ഷണം വീണ്ടും ചൂടാക്കി കഴിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ വയറിന് പണി കിട്ടും. ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം വീണ്ടും ചൂടാക്കുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. ചെറിയ അബദ്ധം പോലും ഭക്ഷണത്തിന്റെ രുചിയും ഘടനയും നശിപ്പിക്കും. ഭക്ഷണം ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. രുചിയും ഘടനയും നിലനിർത്താൻ മാത്രമല്ല, അവശേഷിക്കുന്ന ഭക്ഷണം തെറ്റായ രീതിയിൽ പാകം ചെയ്യുന്നത് വയറിലെ അണുബാധ, ഭക്ഷ്യവിഷബാധ തുടങ്ങിയ ഗുരുതര പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ശരിയായ ഊഷ്മാവിൽ ഭക്ഷണം ചൂടാക്കുന്നത് രോഗാണുക്കളെ നശിപ്പിക്കുക മാത്രമല്ല, ഭക്ഷണത്തിന്റെ പോഷണം നിലനിർത്തുകയും ചെയ്യും. ഭക്ഷണം ചൂടുള്ളതാണെന്നും ബാക്ടീരിയ പ്രജനനത്തിന് സാധ്യതയില്ലെന്നും ഉറപ്പാക്കാൻ വീണ്ടും ചൂടാക്കിയ ശേഷം വേഗം തന്നെ ഭക്ഷണം കഴിക്കുക. ചൂടോടെ ഫ്രിഡ്ജിൽ വെക്കരുത്. തണുപ്പ് മാറാതെ ചൂടാക്കരുത്. ഭക്ഷണം പാചകം ചെയ്ത ശേഷം അതേ ചൂടിൽ ഫ്രിഡ്ജിൽ വെക്കരുത്. പാചകം ചെയ്ത ശേഷം കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഭക്ഷണം തണുപ്പിക്കാൻ അനുവദിക്കണം. ഭക്ഷണം സാധാരണ റൂം താപനിലയിൽ എത്തിയ ശേഷം ഭക്ഷണം മൂടി ഫ്രിഡ്ജിൽ വെക്കുക. ഭക്ഷണം വീണ്ടും ചൂടാക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഭക്ഷണം പുറത്തെടുത്ത ഭക്ഷണം റൂം താപനിലയിലേക്ക് എത്തിയെന്ന് ഉറപ്പാക്കിയ ശേഷം മൈക്രോവേവനിലോ ഒരു പാത്രത്തിലോ വീണ്ടും ചൂടാക്കുക. ഭക്ഷണം വീണ്ടും ചൂടാക്കുമ്പോൾ ഭക്ഷണത്തിലെ പോഷകങ്ങൾ നഷ്ടപ്പെടുകയും അത് ഭക്ഷ്യവിഷബാധയിലേക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഭക്ഷണം ഒരു പ്രാവശ്യം മാത്രം ശരിയായ താപനിലയിൽ ചൂടാക്കാൻ ഭക്ഷ്യവിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. തണുപ്പിച്ച ഭക്ഷണം വീണ്ടും ചൂടാക്കുമ്പോൾ ശരിയായ രീതിയിൽ പാലിച്ചാൽ മാത്രമേ അത് സുരക്ഷിതമാകൂ. ശീതീകരിച്ച ഭക്ഷണം വീണ്ടും ചൂടാക്കുന്നതിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ അത് ചൂടാകാൻ ഒരുപാട് നേരം എടുക്കുമെന്നതാണ്. ആദ്യം ഭക്ഷണത്തിലെ തണുപ്പ് പോയെന്ന് ഉറപ്പാക്കുക. എന്നാൽ മാത്രമേ ശരിയായി ചൂടാക്കാനാകൂ. തണുപ്പ് പോയ ശേഷം ചൂടാക്കാം. കുറച്ച് സമയം എടുക്കുമെങ്കിലും നന്നായി ചൂടാക്കിയ ശേഷം മാത്രം അത് കഴിക്കുക. മൈക്രോവേവിൽ ചൂടാക്കുമ്പോൾ എല്ലാ ഭാഗത്തും ശരിയായ രീതിയിൽ ചൂടെത്തുന്നുണ്ടെന്നും ഭക്ഷണം ഒറ്റയടിക്ക് ശരിയായി ചൂടാക്കിയെന്ന് ഉറപ്പാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവയെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക, അല്ലെങ്കിൽ ചെറിയ ഭാഗങ്ങളാക്കി ചൂടാക്കുക എന്നതാണ്. അരിയാഹാരം ചൂടാക്കി കഴിക്കരുത്, പ്രത്യേകിച്ച് ചോറ്. അരിയിൽ ഒരു ബാക്ടീരിയ ഉണ്ട്. കഴുകി ചൂടാക്കുമ്പോൾ ഇവ നശിച്ചു പോകും. എന്നാൽ ഇവ വീണ്ടും ചൂടാക്കുമ്പോൾ ഇവയുടെ ടോക്സിനുകൾ വീണ്ടും ആക്റ്റീവായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പഴയ ചോറ് ചൂടാക്കി കഴിക്കുമ്പോൾ പലർക്കും വയറിന് പ്രശ്നം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. കൂൺ ഫ്രഷായി മാത്രമേ കഴിക്കാവൂ. ഇത് ചൂടാക്കിയാൽ നൈട്രേറ്റുകളാകുന്നു. ഇത് കഴിക്കുമ്പോൾ വയറുവേദന, വയറിളക്കം, ഗ്യാസ് തുടങ്ങിയ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. ഇത് ഫ്രഷായി തയ്യാറാക്കി ഉടൻ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും തണുത്തത് ചൂടാക്കിയാൽ ബാക്ടീരിയൽ പോയിസണിങ്ങിന് സാധ്യതയുണ്ടാക്കും. ഇത് വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ചിലതിന് ക്ലോസ്ട്രിഡിയം ബാക്ടീരിയൽ അണുബാധയുണ്ടാക്കി നെർവ് പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കാം.